ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. ഒഴുക്കുള്ള നദിയിൽ ഒരു തവണ മുങ്ങി കുളിക്കാൻ പറ്റും, രണ്ടാമത് മുങ്ങാൻ പറ്റുമോ? പോയിട്ടു. അപ്പം അതുപോലെ നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ അച്ചടക്കങ്ങളൊക്കെ തന്നെ ചില ഫ്രെയിമിലേ പറ്റൂ, എല്ലാ ഫ്രെയിമിലും പറ്റൂല. കാലഘട്ടത്തിനനുസരിച്ചല്ല ഞാൻ പറഞ്ഞത്, കാലഘട്ടം വിട്ടേക്കൂ. എല്ലാ കാലഘട്ടത്തിലും ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ, ചില രീതികൾ മാറ്റേണ്ടതുണ്ട്, ചില രീതികൾ മാറ്റേണ്ടതുണ്ട്. ഇപ്പം ഞാനും എൻ്റെ മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആസ് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. നിങ്ങൾ പറയുന്ന ഒരു അതിർവരമ്പുകളും അച്ഛനും മകനും തമ്മിലില്ല. കൈ വളരുന്നുണ്ട്, കാല് വളരുന്നുണ്ട്, ഏത് വളരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? എൻ്റെ ചോദ്യം, ഡൗട്ട്, എന്ത് വളരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ട് വന്നത്? അത് നിങ്ങളുടെ മനസ്സാണ്. അത്രേ ഉള്ളൂ. മകൻ തന്നെയല്ലേ, പക്ഷെ അപ്പോഴത്തേക്ക് നിങ്ങളുടെ ബോധം വന്ന്, എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, ബോധം വന്ന്. ഈ ശീലവിധയാണ് ഞാൻ പറഞ്ഞ ഒഴിവാക്കാൻ. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കുക, അങ്ങനെയും ചിന്തിക്കുക, ഇങ്ങനെയും ചിന്തിക്കുക. ഇത് ചെയ്യുന്നവൻ തെറ്റെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസികമായ പൊരുത്തത്തിനനുസരിച്ചിരിക്കും. നിങ്ങളുടെ മകനെ നോക്കുന്ന രീതിയിലായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം നോക്കുന്നത്, വളരെ വ്യത്യസ്ത രീതിയിലായിരിക്കും. അദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ തെറ്റായി തോന്നും, ഇവർക്ക് കാണുമ്പോൾ ഇത് തെറ്റ്. ചിലവ് പറയില്ലേ, മക്കളെ വളർത്തിയ ശരിയല്ല കേട്ടോ എന്ന്. അവൻ്റെ രീതിയിൽ അത് ശരിയായിരിക്കുന്നു. അപ്പോൾ മറ്റോ പറയും, അയാൾ കണ്ടില്ലേ മോനെ അന്നേ വളം വെച്ച് കൊടുത്ത്. ഈ വളം വെച്ച് കൊടുത്തിട്ടല്ല കുട്ടി ചീത്തയാവുന്നത്, കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടി ചീത്തയാവുന്നത്. കുട്ടിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക.